ഭൂമിയിലാവണം ഈ ജില്ലയിൽ. അതെല്ലാം പൊളിക്കാൻ ഒരു സബ് കളക്ടർ എന്ന് പറയുന്ന കോമ്പൻ ഇറങ്ങി തിരിച്ചാൽ അവിടെ തലയ്ക്ക് സുഖമില്ല. ഊളംപാറയ്ക്ക് അയക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഊളംപാറയ്ക്ക് മനസ്സിലായില്ലേ? അല്ലാതെ നേരെ ദൂരം പോകില്ല. ഓ അവനങ്ങ് ഇറങ്ങിയല്ലേ. എന്നാ ദൗത്യസേന ആ ഇന്ത്യൻ സൈന്യത്തിന്റെ ഉടുപ്പായിട്ടിരിക്കുന്നത് അതെങ്ങനെയാന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അതെങ്ങനെ അങ്ങനെ വന്നു ചോദിച്ചത്? ദൗത്യസേന എന്നാ ദൗത്യം? 144 പ്രഖ്യാപിച്ചു. ജില്ലാ പോലീസ് സൂപ്രണ്ട് അറിഞ്ഞില്ല. സംസ്ഥാന ഭരണകൂടത്തിന്റെ തലവനായ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അറിഞ്ഞില്ലെന്ന്. ഒരു ജില്ലാ കളക്ടറും ഒരു സബ് കളക്ടറും കൂടെ കൂടി അങ്ങനെ പ്രഖ്യാപിക്കാൻ ആരാ അവർക്ക് അധികാരം കൊടുത്തത്? അത് പ്രശ്നമല്ലേ? സാമാന്യ മര്യാദയല്ലേ? ഓ എന്നിട്ട് ചർച്ച ചെയ്ത് ഒന്ന് അത് റവന്യൂ മന്ത്രിയും പറഞ്ഞു 5 സെന്റോ 10 സെന്റോ ഉള്ളവരെയൊന്നും കൈവെക്കാനും ഒഴിപ്പിക്കാനൊന്നും പോകാൻ പാടില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് വേണം, വലിയ കൈയേറ്റമാണ് കാണുന്നത്. അതുകൊണ്ട് ഒഴിപ്പിക്കേണ്ടതിന്റെ ലിസ്റ്റ് തയ്യാറാക്കണം. എന്നിട്ട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഏതെങ്കിലും വനിതാ ഷോ എന്ന് കളിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലേ വനിതാ ഷോ? ഇവിടെ ഭരണകൂടം സബ് കളക്ടർ മാത്രമല്ലല്ലോ, ഒരു ദിവ്യൻ ആണോ? അതൊന്നും നടക്കുകയില്ല. എന്നിട്ടോ ഞാൻ ഈ ജില്ലയിലുള്ള മന്ത്രിയായിട്ട് മണിയോടും കൂടെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. ഓ അന്നേരം ഇപ്പൊ എന്റെ ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്തെല്ലാം പറയുന്നേ? ഓഹോ മണി കെട്ടി ഉണ്ടാക്കുള്ളൂ. കുറച്ച് നാളായി എനിക്കറിയാം. ഇതൊന്നും പറഞ്ഞാലൊന്നും ഉണ്ടല്ലോ എനിക്കൊരു ചുക്കുണ്ട്. ഞാൻ ഇതൊന്നും പേടിക്കുകയില്ല. ഈ ഗവൺമെന്റ് മന്ത്രിമാർ മുഖ്യമന്ത്രിയെ നിർദ്ദേശിച്ചത് ഇവിടെ ജില്ലയിലുള്ള മന്ത്രിയാണ്. അങ്ങനെ കൂടെ ചർച്ചയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഇതിന്റെ ഒഴിപ്പിയില്ലാണ്ട് എന്റെ നേതൃത്വത്തിൽ ഇതെല്ലാം കൂടെ ഞാൻ ചെയ്തോളാം എന്നൊന്നും തീരുമാനിച്ചില്ല. മികച്ച മര്യാദയ്ക്ക് ഉള്ള തീരുമാനം. ഓ അത് സംബന്ധിച്ചല്ല ഇനിയൊന്നും നടക്കുമോ? ഇവന്മാർ ഈ ചാനലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത്. അവിടെ ഇവന്റെ കൂടെയോ കളക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കിലായിരുന്നു ബ്രാൻഡി. എവിടെ? പൂച്ച, പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ വരുമ്പോൾ നടന്നു. അന്നും കുടിയും സകല വ്യക്തികളും നിർന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ പണത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയുണ്ട്. ഒരു DVSP ഉണ്ടായിരുന്നു അന്ന്. എന്നാ സജീവ് ആ എല്ലാവരും കൂടെ കൂടി ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞവിടെ ചാനലുകാരും കൂടെ പൊതുയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. പിന്നെ ആഹാ പിന്നെ പുള്ളിക്ക് വിമർശിക്കാൻ പറ്റും. ആഹാ പിന്നെ പലരും കേൾക്കുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. ഏതായിരുന്നാലും ഒഴിപ്പിക്കൽ അന്യായമായ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നുള്ളത് ഗവൺമെന്റ് നയമാണ്. അത് ഏതെങ്കിലും ഒരു ചുമ്മൻ ഈ ഗവൺമെന്റിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മാത്രം കാര്യമില്ല, ഗവൺമെന്റ് പൊതുകാര്യമാണ്. മനസ്സിലായില്ലേ? അതിനോടൊക്കെ യോജിപ്പാണെന്ന് ഒന്നിച്ച് ചെയ്യാം. ഹോ ഇത് വളരെ കേട്ടാ തോന്നി. ഇവര് പോലീസും സൈന്യം ഒഴിപ്പില്ല. ഇവിടെയോ നാട്ടുകാരെടുത്തിട്ട് മകടം കൂടും. അത് തന്നെ. അന്നേരം പിന്നെ നിയമസമാധാനത്തില പോലീസിനോട് അറിയിക്കാതെ പോവുക ഒഴിപ്പിക്കാൻ. അവിടെ കിടന്ന് കശപൈസ ദേവുളത്ത് അവസാനം കേട്ടറിഞ്ഞ് പോലീസിൽ നിന്ന് രക്ഷിക്കുക. ഇതെല്ലാം കൊണ്ട് നടക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടുത്തെ പോലീസിനെ അറിയിക്കാതെ ചെയ്യുക. ഒരുവൻ ഉപജാപന്റെ സബ് കളക്ടർ നടത്തുന്നത് അത് കൂട്ടുനിൽക്കുന്ന ഒരു കളക്ടർ. ഇത് ഞാൻ തുറന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടും കൂടെ കൂട്ടുകച്ചവടം കളിയാ. അതുകൊണ്ട് ഞാൻ LDF ഒരു മിനിമം പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. ഇവിടെ പട്ടയം കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് 2 യോഗം കൂടി തീരുമാനിച്ചിട്ട് ആ പരിഗണന വേണ്ട പരിഗണനയില്ല.